ഷിഫിൽ ആരുടെ കട? ആരിന്റെ കട? എന്താണ് ഈ വീഡിയോ കാണുന്ന ആളോട് പറയാനുള്ളത്? എല്ലാവരും വരിക സഹകരിക്കുക. ഓക്കെ. അപ്പം മറുവ ലേഡീസ് ടൈലറിങ് ആരുടെ അറിയോ സ്ഥാപനം? നമ്മുടെ കിഴക്കേത്തല തരിശ് റോഡുമേ ഒരു 10 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മെഹ്റൂൻ്റെ മറുവ ടൈലറിങ് സെൻറ്റർ. അപ്പോൾ അത് നമ്മുടെ കിഴക്കേത്തലയ്ക്ക് അക്ഷയ സെൻറ്ററിന് തൊട്ട് മുകളിലായിട്ട് നല്ല സൗകര്യത്തോടു കൂടിയ പുതിയ റൂമിലേക്ക് ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മെഹറിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാരായ നഫീസയും അതുപോലെ സൈനബയും അതിനപ്പുറത്ത് ജ്യേഷ്ഠത്തിയായ ഹവ്വയും കൂടിയാണ് ആ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ്. കാരണം രണ്ടുപേരും എല്ലാവരും അറിയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, സ്ത്രീകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ വിവരങ്ങൾ അതുപോലെ തന്നെ ആളുകളെ അഭിപ്രായം, ഹവ്വയും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. കിഴക്കേത്തല വാർഡിൽ ഇന്ന് 10 മണിക്ക് തുടങ്ങിയ മറുവ ലേഡി ടൈലറിങ്ങിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും മെഹ്റൂ എന്നാണ് നമ്മുടെ ഈ കട നടത്തുന്ന ഓണറുടെ പേര്. പിന്നെ മെഹ്റൂവിന്റെ കൂട്ടുകാരിയാണ്. അതുപോലെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഒന്നുകൂടി പിന്നെ കട മോടി ഒടിപ്പിച്ചുകൊണ്ട് തന്നെ ഒന്ന് വിപുലമായിട്ട് നമ്മുടെ സ്റ്റാൻഡിന്റെ ബസ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത്. അപ്പൊ എല്ലാരും കാണുന്ന എല്ലാരും അറിഞ്ഞ എല്ലാരും ഇങ്ങോട്ട് തയ്ക്കാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തയ്യൽ കടയാണ്. ലേഡീസ് ടൈലറിംഗ് ഷോപ്പാണിത്. അപ്പൊ 8-10 വർഷമായിട്ട് തരിശ് റോഡിന്മേലാണ് ഈ ഷോപ്പ് ഉള്ളത്. ഇനി രണ്ടാമത്തെ പുതിയൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് 10 മണിക്ക് തുടങ്ങിയത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഏത് മോഡലും ഇവിടെ തയ്ച്ചു കൊടുക്കാൻ നമ്മുടെ മെഹ്റൂ എപ്പോഴും ഒരുക്കാണ്. കണ്ടു, ആളുകളെ അഭിപ്രായം കേട്ടു. ഇനി നമുക്ക് വേണ്ടത് ഇവര് രണ്ടാളെ ഒരുപാട് ആളുകൾക്ക് അറിയാം ആരാണ് എന്താണെന്ന്. എന്താ പേരെന്താ പറഞ്ഞ? മെഹ്റൂ. അപ്പോ 8-10 വർഷമായിട്ട് നമ്മുടെ കിഴക്കേത്തലയ്ക്ക് തരിശ് റോഡ് അല്ലെ, തരിശ് റോഡിന് സ്ഥാപനം ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല സൗകര്യത്തോടു കൂടി ഈ ഒരു അക്ഷയ സെന്ററിന്റെ മുകളിൽ വന്നാണ്. അപ്പൊ ഇനി എന്താണ് ഇവർക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കാലത്തെ ഈ ഒരു സേവനം, ആളുകളുടെ ഈ ഒരു ബന്ധം, അതുപോലെ തന്നെ ഇനിയിപ്പോ എന്തെല്ലാം വർക്കുകൾ ചെയ്യുന്നുണ്ട്, നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അളവെടുത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടെ പറയാം. ഞാൻ മെഹ്റൂ, ഇതിന്റെ ജ്യേഷ്ഠത്തി ഹവ്വ. ഞാൻ ഒരുപാട് വർഷമായിട്ട് കിഴക്കേത്തല വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും അറിയുന്ന ആളാണ്. മെഹ്റൂ എന്ന് പറഞ്ഞാല് നമ്മളെ കടന്റെ പേരും അറിയില്ല, മറവാന്ന് നമ്മളെ കടന്റെ പേര്. പക്ഷെ മെഹ്റൂവിന്റെ കട എന്ന് എല്ലാരും അറിയപ്പെടുള്ളൂ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. നമുക്ക് ഒരുപാട് പറഞ്ഞാൽ കുറെ ഡോക്ടർമാര്, ടീച്ചർമാര്, അല്ലെ സാധാരണക്കാര്, കല്യാണ വർക്ക്, അങ്ങനത്തെ ഒരുപാട് വർക്ക് നമ്മള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് ഇപ്പൊ നമ്മള് സ്റ്റോൺ വർക്ക് ചെയ്യും, ത്രെഡ് വർക്ക് ചെയ്യും. പിന്നെ ഫോണിൽ കാണിച്ചിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് അതാണല്ലോ ട്രെൻഡ്. ഫോണിൽ കാണിച്ചു തന്നു കഴിഞ്ഞാല് നമ്മൾ അതേ മോഡൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ എല്ലാരും ഇതിന് സഹകരിക്കണം. ഇപ്പൊ നമ്മുടെ കിഴക്കേത്തലയ്ക്ക് ഇപ്പൊ എത്ര 10 വർഷം തന്നെ സംഭവിച്ചു? 10 വർഷത്തിലേറെ ആയിണ്ട്. നമ്മള് ഒരുപാട് വർഷമായി, 10 വർഷത്തിലേറെ ആയി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ സഹകരിച്ചിരിക്കുന്നു. ഈ സഹകരിച്ച ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സഹകരിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മെഹർ പറഞ്ഞ കാര്യങ്ങള് ഓളെ സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു. ഏതായാലും ജ്യേഷ്ഠത്തി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ജ്യേഷ്ഠത്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഞാൻ അതിന്റെ ഒരു വീഡിയോ വിടുന്നുണ്ട്. ഞാനതെനിക്ക് ഒഴിവ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലാത്ത. വീട്ടിൽ പോയിട്ട് നമുക്ക് ഇത് എഴുതിങ്ങാണ്ട് ഒരു കവിത എഴുതുന്ന ഒരാളാണ്. അതായത് നമ്മുടെ കരുവാരക്കുണ്ട് ഒരുവിധ ആളുകൾക്ക് അറിയാം. ഒരുപാട് കവിതകൾ എഴുതി വന്നിട്ട് ഒരാൾക്കാരെ പാടിയതൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അതിന്റെ ഒരു വീഡിയോ ഞാൻ അതൊരു അഭിമുഖം എടുക്കുന്നുണ്ട്. ആ ഒരു കവിത എഴുതുന്നതും പാടുന്നതൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഈ ഒരു സ്ഥാപനത്തിന്, നിങ്ങൾ അഞ്ചത്തിയുടെ ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളോട് വീഡിയോ കാണുന്നത് എന്താ പറയുന്നത്? അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. പിന്നെ അഞ്ചത്തി ഒരുപാട് വർഷങ്ങളായിട്ട് കിഴക്കേത്തലയില് ടൈലറിങ് നടത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരെ സഹകരണത്തോടെ തന്നെയാണ് ഇത്രയും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞത്. തുടർന്ന് ഒരു സഹോദര സ്ഥാപനം തന്നെ പറയാ ഇവിടെ താഴത്തേക്ക് മാറിയിരിക്കുകയാണ്. മുകളിലുണ്ട് പൊതുവെ, പിന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്.
പിന്നെ അതിന്റെ തൊട്ട് താഴെ ഇപ്പോ കട തുടങ്ങുകയാണ്. പിന്നെ എല്ലാരും ഇത്രയും കാലം നിങ്ങളെല്ലാരും സഹകരണത്തോടെ തന്നെയാണ് അവൾക്ക് ഇത്രയും മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള സഹകരണങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇൻഷാ അല്ലാ. അപ്പൊ എന്താളും ഏട്ടത്തി അനുജത്തിയും ഇതിന്റെ ആശംസ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്പർ ഞാനിത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം ആളുകൾ തുടർന്നും തന്നെ ഇതെന്ന് വെച്ചാൽ അവിടെയും കാണുന്നുണ്ട് കേൾക്കാതെ നമ്മുടെ തരിശ് റോഡിന് നമ്മുടെ കേക്ക് വേൾഡിന്റെ നേരെ മുകളിലായിട്ട് ഡോക്ടർ സയ്യദിന്റെ ഒക്കെ മുകളിലായിട്ടാണ് ആ സ്ഥാപനം. അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ സെന്ററിന്റെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഈ അക്ഷയ സെന്ററിന്റെ നേരെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആളുകളിലേക്ക് കാരണം ഇവർ രണ്ടാളെയും കുറിച്ച് വെച്ചാല് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നന്ദി, നമസ്കാരം. നമ്മളവരെ ഇന്ന് രാവിലെ കേക്കത്തല അക്ഷയ സെന്ററിന് മുകളിലായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച മറുവ ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് പ്രിയപ്പെട്ട സഹോദരി നെഹ്റുവിൻ്റെയാണ്. 10 വർഷമായിട്ട് തരിശ് റോഡിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നത്. എല്ലാവിധ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും എല്ലാവിധ വിജയ ആശംസകളും